ഇപ്പോൾ ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ ഇവിടെ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിന്ന് മേടിക്കുന്ന വെറും 75 രൂപയാണ് അകത്ത് കയറാനുള്ള എൻട്രി ഫീസ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ 30 രൂപയായി. കറക്റ്റ് വ്യൂ അതിൽ എല്ലാവരും എപ്പോഴും കന്യാകുമാരിയിലൊക്കെ പോകും. ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിലെയൊക്കെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ. പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് അമ്മൻകുട മഹോത്സവത്തിന്റെ ഘോഷയാത്രയാണ്. തമിഴ്നാട് ബോർഡർ എത്തുന്നതിന് മുൻപേ കളിയിക്കവിളയ്ക്ക് തൊട്ടു മുന്നിലായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ കയറി 70 രൂപ കൊടുത്ത് നല്ലൊരു ഊണ് കഴിച്ചു. തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഊണൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു ഊണൊക്കെ കഴിച്ച് യാത്രയാകാമെന്ന് കരുതി. ഞങ്ങൾ തിരിച്ചപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞു. പകുതി ദൂരം കഴിഞ്ഞപ്പോൾ ഒന്ന് ദാഹിച്ചപ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു കടയിൽ കയറി ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. നമ്മൾ കുടിച്ചു. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. വരുന്ന വഴിക്ക് നൊങ്കിനെ കണ്ടപ്പോൾ ഒന്ന് നൊങ്ക് കുടിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ നൊങ്കൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കും കൃഷി ചെയ്യാൻ വയ്യ. അത് എത്രയോ സ്ഥലമാണ് അവർ കൃഷി ചെയ്തിരുന്നതോ. ആ കൃഷി ചെയ്യാനുള്ള അവരുടെ ഒരു മനസ്സും അവർ അത്രയും പാടുപെട്ട് അവർ കൃഷി ചെയ്ത് നെല്ല്. ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഭക്ഷിക്കുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മൾ കന്യാകുമാരിയിൽ പോകുമ്പോൾ ഈ ചേച്ചിയുടെ കടയിൽ വന്ന് സ്ഥിരം നൊങ്ക് കഴിക്കാറുള്ളത് പതിവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കണ്ടതും ഉടനെ കൈയാട്ടി വിളിച്ചിരിക്കുകയാണ്. ശരി ചേച്ചി, കച്ചവടം നല്ലവണ്ണം നടക്കട്ടെ. ടാറ്റ, തിരുമ്പി പാക്കലാം. ശരി, ടാറ്റ. പ്രത്യേകിച്ചും ഇതുവഴിയുള്ള യാത്രയിൽ നാഗർകോവിൽ എത്തുമ്പോൾ കാണാൻ കഴിയുന്ന അതിമനോഹരമായ കാഴ്ചകളാണിത്. വലിയ മലകളും നെൽപ്പാടങ്ങളും ഇങ്ങനെ നൊങ്കുമായി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെയൊക്കെ ഈ തമിഴ്നാട്ടിൽ മാത്രമേ കാണാൻ സാധിക്കൂ. പോകുന്ന വഴിയിൽ കണ്ട ഒരു താമരക്കുളമാണിത്. താമരയൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതും നമ്മളിവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു കടയാണ്. കന്യാകുമാരി എത്തുന്നതിന് മുൻപ് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണിത്. ഒരുപാട് പിള്ളത്തൊട്ടിൽ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരുപാട് ആൽമരങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അത്രയ്ക്കും വിശ്വാസമുള്ള ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ നേർച്ച ചെയ്യുന്നത്. അയ്യപ്പ ഭക്തരാണ്. തെലങ്കാനയിൽ വന്നിട്ട് ഏകദേശം 7 ദിവസമായി 4000 കിലോമീറ്ററോളം ഇവർ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞു. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വേണ്ടേ ഫുഡൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കതൊക്കെ കാണാം. चावल वो करी सब्जी कुमारी कन्याकुमारी धनुष्कोडी अच्छा प्लेस है. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും കന്യാകുമാരിയിലേക്ക് യാത്ര പുറപ്പെട്ടു. കന്യാകുമാരി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ശംഖുകൾ, ഷെൽസുകൾ, ഈ മുത്തുമാലകൾ, ഇതൊക്കെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അന്നും ഇന്നും ഈ വിൽപ്പനയ്ക്കൊന്നും യാതൊരു മാറ്റവുമില്ല. കന്യാകുമാരിയിൽ പോയിട്ട് വരുന്നവർ എന്തായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാതിരിക്കില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കന്യാകുമാരിയിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇവിടെ വന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ സൺഗ്ലാസ് ആണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് എടുത്തവർ കൂളിംഗ് ഗ്ലാസ്. കൂട്ടുകാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, റൈബാൻ അല്ല, റോയിമോനാണ്. വെറും 100 രൂപ. വെറും 100 രൂപ മാത്രം. 2 എണ്ണം എടുത്താൽ 150. അതിലാണ് ഗ്ലാസ് ബ്രിഡ്ജ്. എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി. പലരോടും ചോദിച്ചു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന്. പല വഴിക്കും ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവസാനം ബോട്ടിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഗ്ലാസ് പാലത്തിൻ്റെ ടിക്കറ്റും കൊടുക്കുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് കുഞ്ഞു ഇങ്ങനത്തെ കടകളുണ്ട്. 5 രൂപ മുതൽ അവിടെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഈ ക്യൂ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ കരുതിയത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴാനുള്ള ക്യൂ ആയിരിക്കുമെന്നാണ്. പിന്നെയാണ് അറിയുന്നത് ഇത് ഗ്ലാസ് പാലത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണെന്ന്. ഇത്രയും ക്യൂ കണ്ടപ്പോൾ കയറണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. എന്തായാലും ഇതുവരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് തന്നെ പോകാം എന്ന തീരുമാനമെടുത്തു. ഏകദേശം 1.5 മണിക്കൂറോളം ഈ ക്യൂ അങ്ങ് ചെല്ലാനായിട്ട്. നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം 150 പേര് മാത്രമേ അവരുടെ ബോട്ടിൽ കയറി അപ്പുറത്ത് പോവുള്ളൂ. അവർ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ അടുത്ത 150 പേരെ കൊണ്ടുപോകുള്ളൂ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ക്യൂവിൽ നിന്ന് പകുതിയോളം എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ക്യൂവിൽ നിൽക്കാതെ 300 രൂപ കൊടുത്താൽ സ്പെഷ്യൽ പാസ്വേഡ് കൂടി ഡയറക്റ്റായി കണ്ണാടിപ്പാലം കാണാൻ പോകാം. ഇനിയും 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. കുറച്ച് ക്ഷീണിച്ചാൽ എന്താ, 75 രൂപയ്ക്ക് ടിക്കറ്റ് ഒതുക്കി.
ആ ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. ഇനി വിവേകാനന്ദ പാറയിലോട്ട് പോകാൻ നിൽക്കുന്ന ക്യൂ ആണിത്. എവിടെ തിരിഞ്ഞാലും ക്യൂ തന്നെയാണ്. 150 പേരാണ് ഒരു ബോട്ടിൽ കയറുന്നത്. ഞങ്ങളെ ഇനി അവിടെ കൊണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ട്രിപ്പ് എടുക്കത്തുള്ളൂ. അത്രയും സമയം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. വിവേകാനന്ദ പാറയിൽ കയറിയതിന് ശേഷം ഒരു 30 രൂപ എൻട്രി ഫീസ് ഉണ്ട്. ആ ഒരു ഒറ്റ ടിക്കറ്റിൽ നമുക്ക് കണ്ണാടി പാലത്തിൽ കയറാൻ സാധിക്കും. അങ്ങനെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഒരാൾക്ക് 105 രൂപ മാത്രം. ഈ ബോട്ടിലൂടെയുള്ള യാത്ര പറയാതിരിക്കാൻ വയ്യ. നടുക്കടലിൽ നല്ല പോലെ ആടി ഉലഞ്ഞാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ജാക്കറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പാറയുടെ മുകളിൽ എത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത. സത്യത്തിൽ ഈ യാത്ര ഒന്ന് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ. തിരയുടെ ശക്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോട്ട് എത്രത്തോളം സ്പീഡിലാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിവേകാനന്ദ പാറയിലെത്തി. എല്ലാവരും എന്ന് ഉദ്ദേശിച്ചാൽ 2 സുഹൃത്തുക്കളും കൂടി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. 2 പേരും ക്യാമറാമാൻമാരാണ്. അവരാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റെല്ലാം എടുത്തത്. അവരുടെ ചിലവായിരുന്നു ഇന്ന്. ഈ പാറയുടെ മുകളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. നല്ല തണുത്ത അന്തരീക്ഷമാണ്. പൊള്ളുന്ന വെയിലാണെങ്കിലും ആ വെയിലിൻ്റെ ശക്തി ഞങ്ങൾ അറിയുന്നില്ല. അതിശക്തമായ കാറ്റും ഇവിടെയുണ്ട്. ഞങ്ങൾ ആദ്യം വിവേകാനന്ദ പാറയിൽ കയറാനാണ് പോയത്. അപ്പോഴാണ് അറിയുന്നത് 4 മണിക്ക് ശേഷം തിരുവള്ളൂർ പ്രതിമയ്ക്കകത്ത് പ്രവേശനമില്ല. ഈ ഗ്ലാസ് പാലം കടന്നു വേണം തിരുവള്ളൂർ പ്രതിമയുടെ മുകളിൽ കയറുവാൻ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഗ്ലാസ് പാലത്തിൽ കയറുകയാണ്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള രാജ്യത്തെ ബീച്ചിലൂടെയുള്ള ആദ്യ കണ്ണാടി പാലമാണിത്. സുതാര്യമായ ഈ ഗ്ലാസ് പ്രതലത്തിലൂടെ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ തന്നെ കാണാൻ സാധിക്കും. ചിപ്പിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ? ഈശ്വരോ, തെരുവൊന്നടിക്കുന്നു. ഇതിന്റെ പുറത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈശ്വരോ, നോക്ക്. ഇതിനു മുൻപേ കന്യാകുമാരി ബോട്ട് ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ സ്മാരകത്തിലേക്കും തുടർന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികൾക്ക് ബോട്ട് സർവീസ് ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണാടിപ്പാലത്തിന്റെ ഉദ്ഘാടനത്തോടെ സന്ദർശകർക്ക് 2 സ്മാരകങ്ങൾക്കിടയിൽ ആസ്വദിച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കാൻ സാധിക്കും. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ തിരുവള്ളുവർ പ്രതിമയിലേക്കുള്ള ബോട്ട് സർവീസ് മുങ്ങുന്നതിനാലാണ് ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഇനി എല്ലാവരും തിരുവള്ളൂർ പ്രതിമയ്ക്ക് മുകളിൽ കയറുകയാണ്. ഇനി ഇതിനുള്ളിലെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ളിലും നല്ലപോലെ തണുപ്പാണ്. AC ഇട്ട ഫീലാണ്. ചുറ്റും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിമയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് കാണാൻ ബിംബങ്ങളോ ഒന്നുമില്ല. ഇതിനുള്ളിലെ കാഴ്ച ഇതാണ്. ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴുള്ള അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. കണ്ണാടി പാലത്തിൻ്റെ വ്യൂ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. 133 അടി ഉയരമുള്ള ശില്പമാണ് തിരുവള്ളുവർ പ്രതിമ. ഇവിടെ വരുന്നവരെല്ലാം തിരുവള്ളുവറിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും കാണാൻ സാധിക്കും. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമയാണിത്. 38 അടി നീളമുള്ള പീഠത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. തിരുവള്ളൂർ പ്രതിമയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണിത്. ചുറ്റും മനോഹരമായ കടലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കരയിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിലൊന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 1892 ഡിസംബർ 23, 24, 25 എന്നീ തീയതികളിൽ ഇവിടെ വന്ന് ധ്യാനിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാന മണ്ഡപവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപവുമാണ് പാറയിലുള്ള മുഖ്യ 2 നിർമ്മിതികൾ. വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിൽ വിവേകാനന്ദൻ്റെ ഒരു ശില്പവുമുണ്ട്.